എയർ ഫാമിലിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ പുതിയ 2 സ്ഥലങ്ങളിൽ പോവുകയാണ്. അപ്പം നിങ്ങളും ഞങ്ങളൂടെ പോരെ. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോഴാണ് ബൈപ്പാസ് റോഡിൽ സൈഡിലായിട്ട് ഞങ്ങൾ സാധനം കണ്ടത്. അവിടെ ചെന്നപ്പം നമ്മുടെ വണ്ടി കഴുകുന്ന പ്രഷർ വാഷർ ആണ് കണ്ടത്. അതിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കുറേ. പുള്ളിയോട് അതിൻ്റെ വില ചോദിച്ചപ്പോൾ 1800 രൂപ പറഞ്ഞു. ഞങ്ങൾ പിന്നെ അത് പോയിട്ട് നമ്മൾ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നമ്മളിപ്പോൾ അടുക്കുകയാണ്. ഇതാണ് കോട്ടയത്ത് പുതിയതായിട്ട് തുടങ്ങിയ ലുലു മാള്. കുറേ നാളായിട്ട് കയറണമെന്ന് ആഗ്രഹിച്ച് ഒരു പോകുന്ന രീതിയിലും അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് കയറാൻ പോവാണ്. നമുക്ക് അവിടുത്തെയും കാഴ്ചകളൊന്ന് കണ്ട് നോക്കാം. ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ സൈഡിലേക്ക് പാർക്ക് ചെയ്യാൻ കയറ്റുവാണ്. മക്കൾ മാറി മാറി വീഡിയോ എടുത്ത് അകത്തോട്ട് കയറുക. അതിൻ്റെ കയറുന്ന സ്ഥലമാണ് കാണുന്നത്, ലുലു മാളിൻ്റെ. നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും. ഞങ്ങളതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ നമ്മുടെ വണ്ടി പോലും കാണത്തില്ല, അത്രയും കാർ പാർക്കിംഗ് വിശാലതയാണ്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ട് പോലാണ് കിടക്കുന്നത്. സാധനങ്ങളെല്ലാം നമുക്ക് ഒറ്റ നോട്ടത്തിൽ അവിടെ നിന്ന് കറങ്ങി അടിച്ച് നോക്കാൻ പറ്റും. ഇതുകൊണ്ട് തുണിത്തരങ്ങളുണ്ട്, വിലക്കുറവുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. പിന്നെ ഞങ്ങളെന്നാലും അവിടെ നിന്ന് ഞങ്ങളെല്ലാം കൂടി ഒരു ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് മണ്ടൊക്കെ ഒന്ന് കാണിച്ച് ഉമ്മായും മാഹിമോനുമൊക്കെ. മാഹിമോനാണ് ഇപ്പോൾ ഈ പ്രാവശ്യം വീഡിയോ എടുത്തിങ്ങനെ നടക്കുന്നത്. നിങ്ങളും കണ്ടോ കാഴ്ചകളെല്ലാം? നിങ്ങളൊന്ന് കാണും. ഞങ്ങൾക്ക് എസ്കലേറ്ററിൽ കയറാൻ പേടിയായതുകൊണ്ട്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഓടുന്ന സ്റ്റെപ്പ്, അതേ കയറാൻ പേടിയായതുകൊണ്ട് ഞങ്ങൾ വെറുതെ അവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി 2 ഫ്ലോറേ ഉള്ളൂ. ജി ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഇത് 2 ഉള്ളൂ. അതിന് 2 ഒരു ഗ്രൗണ്ട് പോലെ ഇങ്ങനെ കിടക്കുക. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ഇലക്ട്രോണിക്സ് സാധനങ്ങളാണ് ഗെയിം. ഞങ്ങളെല്ലാം കണ്ടും കേട്ടും പോകുന്നേ ഉള്ളൂ, ഒന്നിനും കയറാനും നിന്നില്ല. പിന്നീട് ഒരവസരത്തിൽ വന്നെല്ലാം നമ്മൾ ചെയ്യണം. പിള്ളേർ ഗെയിമൊക്കെ ഒന്ന് കളിപ്പിക്കാനും. നല്ല കളർഫുള്ളാണ്. അതിൻ്റെ അകത്ത് നല്ല എ സിയും, പുറത്ത് അന്യായ ചൂടാണ്. ഇത് കണ്ടോ? മണ്ടൊക്കെ മനോഹരമായിട്ടെല്ലാം അലങ്കരിച്ചൊക്കെ. ആപ്പാടെ 2 ഫ്ലോറേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നല്ല ലുലുമാണെന്ന് എറണാകുളമായിരിക്കണം. അവിടെ പോയിട്ടില്ല, കേട്ടറിവാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ പോലെ സാധാരണ വരും ഇതുപോലെ. പിള്ളേർക്ക് അടിക്കാനുള്ള ഗെയിമും. പിന്നെ സൈഡിൽ ക്യാൻറ്റീനുണ്ട്. അതിൻ്റെ ക്യാൻറ്റീനെന്ന് പറഞ്ഞാൽ ഫുഡ് പാർക്കെന്ന് പറയും. ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുക. അവിടെ ഇരുന്നാൽ മതി, ആവശ്യമുള്ളതെല്ലാം അവരെത്തിക്കും. ഞങ്ങളൊന്നും എല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ നടക്കുക. മോളുമായിട്ട് അവരുമ്മായും ഭാര്യയെല്ലാം കൂടെ അപ്പുറത്തെല്ലാം നോക്കി വിലയൊക്കെ നോക്കി നടക്കും. 50% സെയിൽസൊക്കെ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒട്ടനവധി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നത്. പിന്നെ റിലാക്സേഷന് പറ്റിയ ഒരു സ്ഥലമാണ് ഈ കസേര, ചെയർ. അതിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല റിലീഫ് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. നിന്നില്ല, ഇങ്ങനെ നടന്ന് ചുറ്റിനും എല്ലാം കണ്ട് കാഴ്ചകളെല്ലാം കണ്ട്. പിന്നെ നമ്മൾ വേറെ ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഒരു ലോകത്തേക്ക് പോകുന്ന പോലെയാണ് നമ്മുടെ അകത്തോട്ട് കയറുമ്പം. മൊബൈൽസ്, TV, ഫ്രിഡ്ജ്, ക്യാമറകൾ എല്ലാം ഉണ്ട്. ഇത് വലിയൊരു നല്ല LED TV, LCD TV ഒക്കെ. അവിടെ എല്ലാം ഈ പ്രാവശ്യം ആൾ കുറവാണെന്ന് പറയും. ഒരു ഞായറാഴ്ചയാണ്, ആൾ വളരെ കുറവാണ്. ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ആൾ ഒരുപാട് കാണും. കൂടുതലും പേര് ഇത് കാണാനും ഒക്കെയാണ് വരുന്നത്. സെയിൽസിന് വരുന്നവർ കുറവാണ്. നല്ല സ്പീക്കേഴ്സും എല്ലാം ഇഷ്ടം പോലുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിൽ കയറാൻ പേടിയില്ല. അവർ 2 പേരും എസ്കലേറ്ററിൽ തന്നെ ഇറങ്ങണമെന്ന് നിർബന്ധം പിടിച്ച് ഇറങ്ങി. പിന്നെ ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ട് ഒന്നും മേടിക്കാൻ നിന്നില്ല, സാമ്പത്തിക അനുവദനീയമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി, അതിൻ്റെ വെളിയിൽ നിന്ന് ഇറങ്ങി.
പിന്നെ ഞങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാനിങ് ആയിട്ട് ഇനിയും നമ്മൾ അതിമനോഹരമായ സ്ഥലത്തേക്കാണ് പോകുന്നത്. നിങ്ങളെ കാണിക്കാം. നീണ്ടൂർ പാർക്ക് എന്ന് പറയും. ഞങ്ങളതിൽ പ്രവേശിക്കുന്നു. അടുത്ത ഭാഗമായി